വെസ്റ്റേൺ മാധ്യമങ്ങൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി അങ്ങേയറ്റം ഗൗരവമായി ഈയിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അതാണ് ഒരു യുദ്ധത്തെ നേരിടുവാൻ വേണ്ടിയുള്ള ചൈനയുടെ തയ്യാറെടുപ്പുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നത്. തായ്വാനെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായ കാര്യമാണ്. ഇടയ്ക്കിടെ യുദ്ധവിമാനങ്ങൾ കൊണ്ട് തായ്വാന്റെ എയർ സ്പേസിനുള്ളിലൂടെ മൂളിപ്പാഞ്ഞും യുദ്ധക്കപ്പലുകളെ ഹൃദയാകൃതിയിൽ തായ്വാനു ചുറ്റും നിരത്തിയുമൊക്കെ അത് പലപ്പോഴായി ചൈന കാട്ടിത്തന്നിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ ചൈന തായ്വാൻ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു, ചൈന ഇപ്പോൾ തായ്വാനെ ആക്രമിച്ച് കീഴടക്കും എന്നൊക്കെയുള്ള വാർത്തകൾ ലോകമെമ്പാടും പടർന്നു പിടിക്കുവാൻ തുടങ്ങും. ചിലർ പറയും അതേസമയം ഇതെല്ലാം ചൈനയുടെ ബോയിലിംഗ് ഫ്രോഗ് സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമാണ് എന്ന്. എന്തൊക്കെയായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചൈനയ്ക്ക് ഇതൊരു നിസ്സാരമായ കാര്യമാണ് എന്നിട്ടും ഇത്ര വർഷങ്ങളായി ചൈന ഈ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നതല്ലാതെ എന്തുകൊണ്ട് തായ്വാനെ കയറി അങ്ങ് ആക്രമിക്കുന്നില്ല എന്ന്? അതിനുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ അങ്ങേറ്റം ആശങ്കയോടുകൂടി ഇന്ന് ചർച്ച ചെയ്യുന്നതും. അതായത് യുക്രൈൻ റഷ്യ യുദ്ധം ലോകരാജ്യങ്ങളെ മുഴുവൻ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഏറിപ്പോയാൽ 1-2 മാസം അതിനുള്ളിൽ യുക്രൈനിയൻ തലസ്ഥാനമായ കീവിനെ കീഴടക്കി റഷ്യ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കുമെന്നാണ് തുടക്കത്തിൽ ഏവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 2-2.5 വർഷമായിരിക്കുന്നു. അടിതെറ്റി നിലകിട്ടാതെ ഈ യുദ്ധത്തിൽപ്പെട്ട് ഉലയുകയാണ് റഷ്യ ഇപ്പോൾ. പശ്ചിമ രാജ്യങ്ങളെല്ലാം ചേർന്ന് റഷ്യയ്ക്ക് മേൽ ലോകത്തുള്ള സാങ്ഷൻസ് മുഴുവൻ അടിച്ചേൽപ്പിച്ചു. ഫിനാൻഷ്യൽ സാങ്ഷൻസ്, ട്രേഡ് സാങ്ഷൻസ് എന്നിങ്ങനെ ഒരു രാജ്യത്തിന്റെ ഇക്കണോമിയുടെ നട്ടെല്ലിനെ തന്നെ തകർക്കുവാൻ ശേഷിയുള്ള സ്വിഫ്റ്റ് പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും വരെ റഷ്യയെ പുറത്താക്കി. നിലവിൽ നാം നോക്കിയാൽ കാണാം സാങ്ഷൻസിന്റെ കാര്യത്തിൽ നോർത്ത് കൊറിയയും ഇറാനും ഒന്നും റഷ്യയുടെ 7 അയലത്ത് പോലും വരില്ല. അത്രയധികം സാങ്ഷൻസ് ആണ് ഇന്ന് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാങ്ഷൻസ് ഒരു പരിധിവരെ റഷ്യയുടെ ഇക്കണോമിയെ തകർക്കുകയും റഷ്യ എന്ന രാജ്യത്തെ മറ്റു ലോകരാജ്യങ്ങൾക്കിടയിൽ ഐസൊലേറ്റ് ആക്കുകയും ചെയ്തു. എന്നിട്ടും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും റഷ്യ പൂർണ്ണമായും തകരാതെ ഇന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിലെ ഒരേ ഒരു കാരണം വ്ളാഡിമിർ പുടിൻ എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവിന്റെ ദീർഘവീക്ഷണവും അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പുകളുമാണ്. അതായത് ഇതേപ്പറ്റി 2018 ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വ്ളാഡിമിർ പുടിൻ ഇതിനെയെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് അന്ന് ആരും അത്ര പരിഗണനയൊന്നും കൊടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് ലോകം മനസ്സിലാക്കുന്നു ഇദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണത്തെ. വ്ളാഡിമിർ പുടിൻ അന്നു മുതലേ ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ട് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് റഷ്യ എന്ന രാജ്യം ഇത്രയധികം സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഇന്നും തകർന്ന് തരിപ്പണമാകാതെ നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ചൈനയും ഇതുപോലെ ഒരുപക്ഷെ ഇതിലും വളരെ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ യുദ്ധാനന്തരം ഉണ്ടായേക്കാവുന്ന സാങ്ഷൻസിനെ മറികടക്കുവാനുള്ള തങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തി നിന്ന സമയത്ത് തന്നെ അമേരിക്ക യുക്രൈനിൽ പൂർണ്ണമായി എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ തായ്വാനെ കീഴടക്കുവാൻ അത് ചൈനയ്ക്ക് ഒരു സുവർണ അവസരമായിരുന്നു. എന്നാൽ ഇപ്പോൾ കയറി അടിക്കുമെന്ന് പറഞ്ഞിരുന്ന ചൈന ആ സമയത്ത് മറിച്ച് അല്പം പിന്നോട്ട് വലിയുകയാണ് ചെയ്തത്. കാരണം കച്ചവടം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത രാജ്യമാണ് ചൈന. USA മാത്രം പ്രതിവർഷം ശരാശരി 700-800 ബില്യൺ US$ന്റെ കച്ചവടമാണ് ചൈന നടത്തുന്നത്. ഉദാഹരണത്തിന് ഇവർ 10 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ വെറും 2 രൂപയുടെ സാധനങ്ങൾ മാത്രമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നത്. കണക്കുകൾ നോക്കിയാൽ നമുക്ക് കാണാം ചൈനയുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഇത്തരത്തിൽ ഒരു ട്രേഡ് ഡെഫിഷ്യറ്റിലായിരിക്കും എപ്പോഴും. നമ്മുടെ ഭാരതത്തിന്റെ കാര്യം എടുത്താലും നമ്മുടെയും ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിഷ്യറ്റ് നിലവിൽ ചൈനയ്ക്കൊപ്പമാണ്. ഏകദേശം 85 ബില്യൺ US$ഓളം വരും. ഇത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക, തീരെ കുറച്ച് മാത്രം ഇമ്പോർട്ട് ചെയ്യുക, ഇതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ ഇവർ വിദേശ നാണ്യത്തെ വാരിക്കൂട്ടുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് ചൈന അന്നൊരു കാര്യം മനസ്സിലാക്കിയത് എന്തെന്നാൽ എങ്ങാനും ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ചേർന്ന് റഷ്യക്ക് ഏർപ്പെടുത്തിയതുപോലെ തങ്ങളുടെ മേലും ഉപരോധം ഏർപ്പെടുത്തിയാൽ അതോടെ ചൈനീസ് എക്കണോമി തകിടം മറിയുകയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുക എന്ന തങ്ങളുടെ മോഹം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും. ചൈനയ്ക്ക് എങ്ങാനും അന്ന് ഇത്തരത്തിൽ സാങ്ഷൻസിനെ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിൽ അവരതിന് അന്ന് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈന ഇതിനെയും അതിന്റെ അപ്പുറത്തതിനെയും നേരിടുവാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. നാളെ USA പശ്ചിമ രാജ്യങ്ങളും എല്ലാം ചേർന്ന് ലോകത്തില്ലാത്ത സാങ്ഷൻസ് എല്ലാം ചൈനയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചാലും ചൈനയുടെ മേൽ വൻതോതിൽ താരിഫ് ഏർപ്പെടുത്തിയാലും ഇതിൽ നിന്നെല്ലാം രാജ്യത്തെ രക്ഷിച്ച് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പദ്ധതി ചൈന തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ചൈനയ്ക്ക് എന്തായാലും അറിയാം ഇപ്പോൾ ട്രംപ് ഭരണത്തിൽ വരുന്നതോടെ തങ്ങൾക്കെതിരെ ഉടൻ തന്നെ ചിലപ്പോൾ 100% താരിഫ് ഏർപ്പെടുത്തിയേക്കാമെന്ന്. ട്രംപ് ഇതിനകം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് കറൻസി പോലെ ഡോളറിനെതിരായി വേറൊരു കറൻസിയെ കൊണ്ടുവരുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ രാജ്യങ്ങളുടെ മേൽ അമേരിക്ക 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന്. ചൈന തീർച്ചയായും ഡോളറിനെ റീപ്ലേസ് ചെയ്ത് തങ്ങളുടെ കറൻസി യുവാൻ ഒരു വേൾഡ് കറൻസിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും വർഷങ്ങളായി അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുമാത്രമല്ല യാതൊരു കാരണവശാലും ഇവർ തായ്വാനെ വിട്ടുകൊടുക്കുവാനും പോകുന്നില്ല. അതിനാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെയെല്ലാം ചൈനയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നിവർക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചൈന കഴിഞ്ഞ 2-2.5 വർഷം
വർഷമായി റഷ്യയുമായി ചേർന്ന് ഒരു ഇന്ററാക്ഷൻ ഗ്രൂപ്പിന് നിർമ്മിച്ച് തുടർച്ചയായി തങ്ങളുടെ അധികാരികളെ റഷ്യയിലേക്ക് പറഞ്ഞുവിടുന്നുണ്ടായിരുന്നു. അതേപ്പറ്റി വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിവരം ലഭിക്കുന്നത് ദാ ഇപ്പോൾ മാത്രമാണ്. ഇത്തരത്തിൽ ചൈന റഷ്യയിലേക്ക് വിടുന്ന ഈ അധികാരികളുടെ പ്രധാന ചുമതല എന്തെന്ന് വെച്ചാൽ റഷ്യയുടെ മേൽ ബാക്കി രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ സാങ്ഷൻസ് പരിശോധിക്കുക എന്നതാണ്. ഇതിന്റെ എല്ലാം ഇമ്പാക്ട് എത്രമാത്രം ആഴത്തിൽ ബാധിക്കുന്നുണ്ട്, ഏതെല്ലാം അസംസ്കൃത വസ്തുക്കൾ ഇതുമൂലം രാജ്യത്തേക്ക് എത്താതാകുന്നു, എവിടെയെല്ലാമാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കയറ്റുമതി ഇറക്കുമതി കുറയുന്നതോടെ രാജ്യത്തിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് സാങ്ഷൻസ് ഏറ്റവും ആഴത്തിൽ ബാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക എന്നതായിരുന്നു. അവസാനം ഇപ്പോൾ ചൈന ഇതിനെയെല്ലാം അങ്ങേറ്റം ആഴത്തിൽ പഠിച്ച് അതിനെയെല്ലാം നേരിടുവാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയ്ക്ക് കൃത്യമായി തന്നെ അറിയാം, നാളെ യുടെ സാങ്ഷൻസ് തങ്ങളുടെ മേൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടറിലായിരിക്കും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, രാജ്യത്തിന്റെ ഏതൊക്കെ മേഖലകളിലായിരിക്കും ഉടനടി നമുക്ക് ഡാമേജ് കൺട്രോൾ നടത്തേണ്ടത് എന്ന്. ഈ ഒരു തയ്യാറെടുപ്പ് ചൈനയെ വെസ്റ്റേൺ സാങ്ഷൻസ് കൊണ്ടുണ്ടായേക്കാവുന്ന ഇമ്പാക്റ്റിനെ ഏകദേശം 70-80% വരെ കുറയ്ക്കുവാൻ സാധിച്ചേക്കും. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ നാം എല്ലാവരും വളരെ രസകരമായ ജിയോ പൊളിറ്റിക്കൽ ഇവന്റുകൾക്കുമാണ് ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ പറയാം, ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഒരു പരിണാമഘട്ടത്തിലൂടെ, ഒരു ജനറേഷൻ ഇവന്റിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഒരു സമയത്ത് ലോക രാജ്യങ്ങളെല്ലാം സാങ്ഷൻസിനെ അങ്ങേയറ്റം ഭയന്ന് സാങ്ഷൻസ് എങ്ങാനും ഏർപ്പെടുത്തിയാൽ അതോടെ രാജ്യം തീർന്നു എന്ന് കരുതി തങ്ങളുടെ രാജ്യത്തിന് ഒരു സാങ്ഷൻസ് പോലും ഉണ്ടായിരിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിന്ന് ഇന്ന് ആയിരക്കണക്കിന് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതിനെ പറ്റി, അതിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഊരിപ്പോകുക എന്നതിനെ പറ്റി സംസാരിക്കുകയും അതിനുവേണ്ടിയ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് ഒരു കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്, ചൈന ഇനിയും അധികം കാത്തിരിക്കില്ല. കുറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് തന്നെ ചൈന തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചേക്കാം. ഇതേപ്പറ്റിയുള്ള പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.